ഒരു പുതിയ കാര്യം വേഗത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുറച്ചൊന്ന് പതുക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമല്ലേ? പക്ഷേ വേഗത കുറയ്ക്കുന്നത് നിങ്ങളെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേക്കാം. നിങ്ങളുടെ പഠനരീതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള തിയറി ഓവർലോഡ് എന്ന ആശയത്തെക്കുറിച്ചുള്ള ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ചിലപ്പോൾ അതൊരു പുതിയ ഭാഷയായിരിക്കാം, ഗിറ്റാർ വായിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ ഏതെങ്കിലും പുതിയ സോഫ്റ്റ്വെയർ ആയിരിക്കാം. നമ്മുടെയെല്ലാം ലക്ഷ്യം ഒന്നുതന്നെയാണ്: എത്രയും പെട്ടെന്ന് അതിലൊരു എക്സ്പേർട്ട് ആവുക, അല്ലേ? പക്ഷേ ആ വേഗത കൂട്ടാനുള്ള നിങ്ങളുടെ തിടുക്കം അത് തന്നെയാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ വിചിത്രമായിട്ട് തോന്നുന്നുണ്ടല്ലേ? വരൂ, വേഗത്തിൽ പഠിക്കാനുള്ള നിങ്ങളുടെ ശ്രമം എങ്ങനെയാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണമാകുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മളിൽ മിക്കവാറും എല്ലാവരും ചിലപ്പോൾ നിങ്ങളിപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് തിയറി ഓവർലോഡ്. ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളൊരു കാര്യം പഠിക്കുന്നു, പക്ഷെ അത് ശരിക്കും മനസ്സിലുറച്ച് ഒരു ശീലമാവുന്നതിനു മുന്നേ തന്നെ അടുത്തതിലേക്ക് ചാടുന്നു, പിന്നെ അതിനടുത്തതിലേക്ക്. ഇത് ശരിക്കും ഒരു കെണിയാണ്. നമ്മളെല്ലാവരും എളുപ്പത്തിൽ അതിൽ വീണുപോകാറുണ്ട്. ഈ കെണിയുടെ അപകടം എത്രത്തോളം ഉണ്ടെന്നറിയാമോ? ഈ രീതി പിന്തുടരുന്നവരുടെ പരാജയ നിരക്ക് ഏതാണ്ട് 100%. ഒന്നാലോചിച്ചു നോക്കൂ, 100% എന്നുവെച്ചാൽ ഇത് പരാജയപ്പെടാനുള്ള ഒരു ഉറപ്പുള്ള വഴിയാണെന്ന് തന്നെ പറയാം. അപ്പോ ഈ കെണിയിൽ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എങ്ങനെയാണ് ശരിക്കും പഠനം നടക്കുന്നത്. ഒരു പുതിയ കഴിവ് നേടുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഏതൊരു കാര്യം പഠിക്കുന്നതിനും പിന്നിൽ അടിസ്ഥാനപരമായ ഒരൊറ്റ പ്രോസസ്സാണുള്ളത്: എക്സ്പീരിയൻഷ്യൽ സൈക്കിൾ, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരു ചക്രം. പേര് കേട്ട് പേടിക്കേണ്ട, സംഗതി സിമ്പിളാണ്. എന്തു പഠിക്കാനും നമ്മുടെ തലച്ചോർ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഫീഡ്ബാക്ക് സിസ്റ്റമാണിത്. ഈ ചക്രം ശരിക്കും സിമ്പിളാണ്. 4 സ്റ്റെപ്പുകൾ. 1. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു. ഒരു അമ്പെയ്ത്തുകാരൻ അമ്പെയ്യുന്നു എന്ന് വെച്ചോ. 2. അതിന്റെ ഫലം നിങ്ങൾ നോക്കിക്കാണുന്നു. അമ്പെവിടെയാ പോയി കൊണ്ടെന്ന് നോക്കുന്നു. 3. നിങ്ങൾ ചിന്തിക്കുന്നു, ഹോ, കുറച്ച് ഇടത്തോട്ട് പോയി, അടുത്ത തവണ കുറച്ചുകൂടെ വലത്തോട്ട് പിടിക്കണം. 4. നിങ്ങളാ മാറ്റം പരീക്ഷിക്കുന്നു, അടുത്ത അമ്പെയ്യുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത്. അപ്പോ ഈ നല്ല സിസ്റ്റത്തിനെ നമ്മുടെ തിയറി ഓവർലോഡ് എങ്ങനെയാണ് താറുമാറാക്കുന്നതെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു യഥാർത്ഥ കഥ പറഞ്ഞുതരാം. 2 പേര്, സുരേഷും എൻസോയും, ഒരേ കാര്യം പഠിക്കുകയാണ്. അവരുടെ പഠനരീതിയുടെ ഡേറ്റ ഞാൻ കാണിക്കാം. ആരാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ. ഈ കണക്കുകൾ നോക്കിയേ. സുരേഷ് വെറും 5 ആഴ്ച കൊണ്ട് കോഴ്സിന്റെ 31% തീർത്തു. ഭയങ്കര വേഗത അല്ലേ? മറ്റേയാൾ എൻസോ 54 ആഴ്ച, അതായത് ഒരു കൊല്ലത്തിൽ കൂടുതൽ എടുത്തിട്ട് വെറും 20% തീർത്തിട്ടുള്ളൂ. അപ്പോ ആരാണ് ബെറ്റർ സ്റ്റുഡന്റ്? ഒറ്റനോട്ടത്തിൽ സുരേഷ് എന്ന് തന്നെയല്ലേ നമ്മൾ പറയൂ. എന്നാൽ യഥാർത്ഥ ഫലം കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. സുരേഷിന്റെ പ്രകടനം മെച്ചപ്പെട്ടില്ലെന്ന് മാത്രമല്ല, 9% കുറയുകയാണ് ചെയ്തത്. അതേസമയം പതിക്കെ പോയ എൻസോയുടെ സ്കോർ 30% കൂടി. ഇതെങ്ങനെ സംഭവിച്ചു? കുറച്ചു പഠിച്ച ആൾ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടു? അതിന്റെ കാരണം ഇതാണ്: കോഗ്നിറ്റീവ് ഓവർലോഡ്. സുരേഷ് തന്റെ തലച്ചോറിനെ അക്ഷരാർത്ഥത്തിൽ അമിതഭാരം കൊണ്ട് തകർത്തു കളഞ്ഞു. നമ്മുടെ തലച്ചോറിന്റെ വർക്കിംഗ് മെമ്മറി ഒരു ചെറിയ പാത്രം പോലെയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഓരോ പുതിയ കാര്യവും ആ പാത്രത്തിലേക്ക് ഇടുന്ന ഓരോ കട്ടയാണ്. ശരീരം നേരെ നിർത്തണം, ഒരു കട്ട. ശ്വാസം പതുക്കെയാക്കണം, അടുത്ത കട്ട. ലക്ഷ്യം കുറച്ചുകൂടി താഴെയാക്കണം, 3ാമത്തെ കട്ട. സുരേഷ് എന്താ ചെയ്തേ? ആ പാത്രത്തിലേക്ക് നിർത്താതെ കട്ടകൾ വാരിയിട്ടുകൊണ്ടേയിരുന്നു. അവസാനം എന്തുപറ്റി? അത് കവിഞ്ഞൊഴുകി. സിസ്റ്റം മൊത്തത്തിൽ ഹാങ്ങായി. ഓക്കെ, അപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇത് കേട്ടിട്ട് പേടിക്കുവൊന്നും വേണ്ടാട്ടോ. ഇതിനൊരു പരിഹാരമുണ്ട്. വളരെ സിമ്പിളായൊരു പരിഹാരം. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ബാലൻസ്. ഈ സ്ലൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ആ കുറുക്കുവഴി എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ഒരുപാട് തവണ ചെയ്യുമ്പോൾ അത് പതിയെ ഒരു ശീലമായി മാറും. പിന്നെ അതിനെപ്പറ്റി ബോധപൂർവം ചിന്തിക്കേണ്ടി വരില്ല. കാർ ഓടിക്കുന്നത് പോലെ തന്നെ. ആദ്യമൊക്കെ നമ്മൾ ഗിയർ, ക്ലച്ച്, സ്റ്റിയറിംഗ് എന്നൊക്കെ ആലോചിക്കും. കുറച്ചുകാലം കഴിഞ്ഞാലോ എല്ലാം ഓട്ടോമാറ്റിക് ആവും. ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സ് നമ്മുടെ തലച്ചോറിലെ വിലപ്പെട്ട സ്ഥലം ഫ്രീ ആക്കി തരും, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഇതാണ് സുരേഷിന്റെ തലച്ചോറിനകത്തെ അവസ്ഥ. ഒരു വലിയ ട്രാഫിക് ജാം,
ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു. ഓരോ ടെക്നിക്കും മറ്റൊന്നിനോടും മത്സരിക്കുന്നു. ഫലമെന്താ? കോഗ്നിറ്റീവ് ഓവർഫ്ലോ. സിസ്റ്റം ക്രാഷായി. എന്നാൽ ഇതാണ് എൻസോയുടെ തലച്ചോറ്. ആ വ്യത്യാസം കണ്ടോ? പഴയ കാര്യങ്ങളെല്ലാം ശീലങ്ങളായി മാറി. അവയൊക്കെ ഇപ്പോൾ ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതുകൊണ്ട് എൻസോയ്ക്ക് അയാളുടെ മുഴുവൻ ശ്രദ്ധയും ആ ഒരൊറ്റ പുതിയ കാര്യത്തിൽ കൊടുക്കാൻ പറ്റി. യഥാർത്ഥ വളർച്ച അത് ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോ കാര്യം എത്രയുള്ളൂ, ഇതൊരു ബാലൻസിംഗ് കളിയാണ്. ഒരു വശത്ത് പുതിയ തിയറി ഇല്ലെങ്കിൽ നമ്മുടെ പരിശീലനം എങ്ങോട്ടാണെന്ന് അറിയാത്ത അവസ്ഥയാവും. മറുവശത്തിൽ പരിശീലനമില്ലാതെ തിയറി മാത്രം തലയിൽ കയറ്റിയാൽ നമ്മൾ ഓവർലോഡാവും. അപ്പോ ഇവ രണ്ടിന്റെയും ഇടയിലുള്ള ആ ഒരു പെർഫെക്റ്റ് പോയിന്റ് അത് കണ്ടെത്തലാണ് പ്രധാനം. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും, അല്ലേ? വരൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് നോക്കാം. തുടങ്ങാൻ വേണ്ടിയിട്ടൊരു സിമ്പിൾ റൂൾ ഇതാ: 5:1 റേഷ്യോ. അതായത് 1 മണിക്കൂർ നിങ്ങൾ പുതിയ തിയറി പഠിക്കാൻ, ഒരു വീഡിയോ കാണാനോ ഒരു ബുക്ക് വായിക്കാനോ ഇരിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും അത് പരിശീലിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. ഇത് നമ്മളെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ എപ്പോഴാണ് അടുത്ത തിയറിയിലേക്ക് പോകേണ്ടത്? അതെങ്ങനെ അറിയാം? അതിന് നിങ്ങളുടെ ശരീരവും മനസ്സും ചില സിഗ്നലുകൾ തരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി തോന്നുന്നുണ്ടോ? അധികം ശ്രമിക്കാതെ തന്നെ നിങ്ങൾക്ക് വേഗത കൂടുന്നുണ്ടോ? നിങ്ങളുടെ പ്രകടനം ഒരുപോലെ നിലനിൽക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അതെ എന്നാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, ആ കാര്യം ഒരു ശീലമായിരിക്കുന്നു. ഇനി നിങ്ങളുടെ തലച്ചോറിൽ അടുത്ത കാര്യം പഠിക്കാനുള്ള സ്ഥലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാര്യം എത്രയുള്ളൂ, നിങ്ങൾ എത്ര വേഗത്തിലാണോ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് അതേ വേഗത്തിൽ മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതാണ് നിങ്ങളുടെ പേസ്. നിങ്ങളുടെ 54 ആഴ്ചകളെ മറ്റൊരാളുടെ 5 ആഴ്ചകളുമായി താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കുള്ള എന്റെ ഒരു വെല്ലുവിളി ഇതാണ്: നിങ്ങളിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചേ. ഈ ആഴ്ച അതിനെക്കുറിച്ച് പുതിയൊരു വീഡിയോ കാണുന്നതിനോ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതിനോ പകരം നിങ്ങൾ പരിശീലിക്കാൻ പോകുന്ന ആ ഒരൊറ്റ കാര്യമേതാണ്? തിയറി തലയിൽ നിറയ്ക്കുന്നത് നിർത്തി ശരിക്കും പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. ഓർക്കുക, വേഗത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പതുക്കെ പോകേണ്ടിവരും.